നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ എൻ്റെ റെസിപ്പി വ്യത്യസ്തമായ രീതിയിലുള്ള മത്തങ്ങ വെച്ചിട്ടുള്ള ഒരു പെരളനാണ്. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാടൻ കറിയായതുകൊണ്ട് ഒരു ചട്ടി ചൂടാക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അത് പൊട്ടി വരണം. ഇതിലേക്ക് മത്തങ്ങ ഇതുപോലെ നീളത്തിലരിഞ്ഞത് 1.5 കപ്പ് നല്ല പഴുത്ത മത്തങ്ങ വേണം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 8 മിനിറ്റോളം മീഡിയം ഹീറ്റിൽ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. വീണ്ടും ഒരു 3 മിനിറ്റും കൂടെ മീഡിയം ഹീറ്റിൽ തന്നെ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോഴേക്കും ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം ഇതിലേക്ക് പിടിച്ചു വരും. ഇനിയും ചേർക്കുന്നത് വളരെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്ത ഒരു സവോളയാണ്. ചുമന്ന കളറുള്ള സവോള ഉള്ളവർക്ക് അത് ചേർക്കാം, അല്ലെങ്കിൽ ചുമന്നുള്ളിയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. വീണ്ടും ഒരു 2 തൊട്ട് 5 മിനിറ്റ് വരെ ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. ഇവിടെ ഇപ്പോൾ എല്ലാ ഐറ്റംസും നല്ലതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളമാണ്. ആ വേകാൻ മാത്രമുള്ള വെള്ളം മീഡിയം ഹീറ്റിൽ തന്നെ വെച്ച് വെള്ളം ചേർത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. ഒരു 8 മിനിറ്റും കൊണ്ട് ധാരാളമായിട്ട് ഇത് വെന്തു വരും. അരപ്പിനായിട്ട് 1/2 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, 5 ചുമന്നുള്ളി, 2 വെളുത്തുള്ളി, ഇത്രയും ഒന്ന് ഒറ്റ കറക്ക് ഒന്ന് ചതച്ചെടുത്താൽ മതി. വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങയിലേക്ക് ഹീറ്റ് ഏറ്റവും ലോയിലേക്ക് ആക്കുക. തീ കുറച്ചതിന് ശേഷം ഈ അരപ്പ് ചേർത്ത് കൊടുക്കുക. സാധാരണ നമ്മൾ തോരൻ കറിക്കൊക്കെ ചേർക്കുന്നത് പോലെ ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് ആവി വരുന്നത് വരെ, പിന്നെ മിക്സി കഴുകി ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കാം. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് പെരണ്ടിരിക്കുന്ന ഒരു മുത്തശ്ശി കറിയാണ്. വീണ്ടും ഇതെല്ലാം കൂടെ ഇളക്കിയെടുക്കുക. ഇതുപോലെ മൺചട്ടിയിലാണ് വെക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് തീയെ ഓഫ് ചെയ്യാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ ഏറ്റവും ലോയിലേക്ക് ഹീറ്റ് ആക്കി കൊടുക്കുക. ഇളക്കി ഇനിയും ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണ്. അധികം പുളിയില്ലാത്ത ഒരു 5 ടേബിൾ സ്പൂൺ തൈര്, നല്ല കട്ട തൈര് ഇതിലേക്ക് ചേർക്കുക. വീണ്ടും ഇത് ഒന്ന് ഇളക്കിയെടുക്കുക. ചോറിനൊക്കെ കൂട്ടാനായിട്ട് വളരെ രുചിയേറിയ ഒരു കറിയാണ്. നല്ലൊരു രുചികരമായ ഒരു സൈഡ് ഡിഷാണ്. തൈരും ചേർത്ത് ഇളക്കി ഇതിന് ശേഷം ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ കൂട്ടുകാരെ. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കുറച്ച് കറിവേപ്പില ഇതുപോലെയൊന്ന് ഞെരടിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. 1-2 പച്ചമുളക് ഇതുപോലെ കീറിയതും വെച്ച് കൊടുക്കുക. രുചിയേറിയ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈന തോമസ്. ഉടനെ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.